നമുക്കിന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ടൊരു അട ഉണ്ടാക്കാം. അതിനായിട്ട് ഉരുക്കിയ ശർക്കരപ്പാനിയാണത്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കണം, കാരണം അതിനകത്ത് നിറച്ച് കല്ലും മണ്ണൊക്കെ കഴിഞ്ഞാൽ ഉരുക്കിയെടുക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് നമുക്ക് തേങ്ങ തിരുമ്പി ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ട് കുറച്ച് ഡ്രൈ ആക്കി എടുക്കാം. നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഗോതമ്പ് പൊടി നമ്മൾ കുറച്ച് ലൂസായിട്ട് കുഴച്ച് വെച്ചിരിക്കുന്നതാണിത്. കുറച്ച് അല്പം ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുത്തതാണിത്. നമുക്കിനി വാഴയില എടുക്കാം. അതിലേക്ക് ചെറിയ ഉരുള എടുത്ത് അല്പം വെള്ളം തൊട്ടിങ്ങനെ പരത്തി കൊടുക്കാം. നൈസായിട്ട് പരത്തി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ മിക്സ് കുറച്ച് വെച്ച് കൊടുക്കാം. മുകളിലായിട്ട് കുറച്ച് മിക്സ് വെച്ച് എല്ലാം മടക്കി കൊടുക്കാം. രണ്ട് സൈഡിൽ ഇങ്ങനെ മടക്കി നമുക്ക് ഇവിടെ കൂടെ ഒന്ന് മടക്കി കൊടുക്കാം. നമുക്കിനി വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. വെള്ളം തിളച്ച് വരട്ടെ. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി അട വെച്ച് കൊടുക്കാം. മൂടി വെച്ച് വേവിക്കാം. അപ്പം റെഡി ആയിട്ടുണ്ട്. ഇവിടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് അട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.